ഇൻസ്പയർഡ് സോൾസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രയർ ആൻഡ് സൈക്കോളജിയാണ്. പ്രാർത്ഥനയും ആത്മീയതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രാർത്ഥനയും ആത്മീയതയും എങ്ങനെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നീ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുന്നോടിയായി നമുക്കൊരു കഥയിലേക്ക് കടന്നു പോകാം. ഒരിക്കൽ ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് അദ്ദേഹം തൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു ദ്വീപ സമൂഹത്തിൽ എത്തിച്ചേരുകയാണ്. ആ ദ്വീപ സമൂഹത്തിൽ അദ്ദേഹം കുറച്ച് മനുഷ്യരെ കണ്ടുമുട്ടുന്നു. ആ മനുഷ്യർ അങ്ങനെ പുറം ലോകമായിട്ട് അധികം അങ്ങനെ കണക്ഷൻസ് ഒന്നും ഇല്ലാതെ താമസിക്കുന്ന ആളുകളാണ്. അവർ ഒരു ചെറിയ പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. അതായത് വി ആർ വൺ, യു ആർ വൺ ആൻഡ് വി ആർ ടുഗദർ എന്നുള്ളതായിരുന്നു അവരുടെ പ്രാർത്ഥന. ഞങ്ങളൊന്ന്, നിങ്ങളൊന്ന്, നമ്മളെല്ലാം ഒന്ന് എന്നുള്ളതായിരുന്നു അവരുടെ പ്രാർത്ഥന. വളരെ സിമ്പിൾ ആയിട്ടുള്ള അവരുടെ ഭാഷയിൽ അവർ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. ബിഷപ്പിന് അവരെ കുറച്ചുകൂടെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്നുള്ള ഒരു മനസ്സ് വരികയും അദ്ദേഹം അവരെ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവർ സ്വർഗസ്നായ പിതാവേ എന്ന ക്രിസ്ത്യൻ പ്രയർ പഠിക്കാനായിട്ട് തുടങ്ങി. കുറച്ചൊക്കെ അവരത് മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ദ്വീപിൽ നിന്ന് അദ്ദേഹം തന്റെ ബോട്ടിൽ സഹയാത്രികരുമായിട്ട് യാത്ര തിരിക്കുകയാണ്. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇതേ ബിഷപ്പ് തന്നെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ദ്വീപ സമൂഹത്തിലേക്ക് ചെല്ലാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ബോട്ട് അവിടെ ആ ദ്വീപിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പോൾ ആ ദ്വീപ് നിവാസികൾ ഉടനെ അദ്ദേഹത്തെ കാണുകയും ആ ബോട്ടിൽ അദ്ദേഹം യാത്ര ചെയ്ത് ദ്വീപിലേക്ക് അടുക്കും തോറും ഇവരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ബിഷപ്പ് ബിഷപ്പ് എന്ന് വളരെയധികം തീക്ഷ്ണതയോടെ വിളിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അദ്ദേഹം ബിഷപ്പ് ബോട്ടിലിരുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. അവർ ഓടി ഓടി ബിഷപ്പിന്റെ അടുത്ത് എത്താറായി. അദ്ദേഹം നോക്കിയപ്പോൾ അവർ ഓടി വരുന്നത് മണ്ണിലൂടെയല്ല, വെള്ളത്തിലൂടെയാണ്, സമുദ്രത്തിലൂടെ അവർ ഓടി വരികയാണ്. ആ പ്രാർത്ഥന പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓടി വന്നത്. സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന അവർ മറന്നുപോയി. അപ്പൊ അത് ഞങ്ങളെ ഒന്നുകൂടെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞാണ് അവർ ബിഷപ്പിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അതിനിടയിൽ താങ്കൾ നടന്നു പോകുന്നത് അല്ലെങ്കിൽ ഓടിപ്പോകുന്നത് വെള്ളത്തിന് മുകളിലൂടെയാണ് എന്നുള്ള വസ്തുത പോലും അവർ മറന്നിരിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇത് കണ്ട ബിഷപ്പ് വളരെയധികം ആശ്ചര്യഭരിതനാവുകയും പിന്നീട് അവരോട് ബിഷപ്പ് പറയുകയാണ്, നിങ്ങൾ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന പഠിച്ചില്ലെങ്കിലും നിങ്ങളുടെ ആ പഴയ പ്രാർത്ഥന തന്നെ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നമുക്ക് ഒരു അത്ഭുതം നടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ഇന്റൻസിറ്റിയോടെ പറഞ്ഞുകൊണ്ട് ഓടി വരുന്ന വ്യക്തികൾ, ആ ദ്വീപ് നിവാസികൾ, അവർ മറന്നു പോവുകയാണ് അവർ നടക്കുന്നത് വെള്ളത്തിന് മുകളിലൂടെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ പ്രാർത്ഥന എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുത നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സ് പല കാര്യങ്ങളും നമുക്ക് സാധിക്കില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥനയുടെ എന്തോ ഒരു ശക്തിയിൽ അവരതിൽ ആ പ്രാർത്ഥന പഠിക്കാനുള്ള ഒരു തീക്ഷ്ണമായ ഒരു ആഗ്രഹത്തിൽ അവരങ്ങനെ അതിനു മീതെ നടന്നു പോകുന്നു, വെള്ളത്തിന് മീതെ ഓടിപ്പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ മനസ്സ്, പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളത് വളരെ നമ്മൾക്ക് ചിന്തനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ സ്റ്റോറിയുടെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ചില കാര്യങ്ങൾ കണ്ടെത്താം. സോ ആ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. താങ്ക് യു ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺഡ്.